ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഞാനേ ഒരു ചെറിയൊരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ അതിന് വേണ്ടി യാത്ര പുറപ്പെട്ടാണ്. ഇപ്പൊ ഏതായാലും ട്രാവൽ അല്ലോ, അതുകൊണ്ടൊന്ന് ചെറിയ പറ്റുന്ന രീതിക്കുള്ള വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. തിരുവനന്തപുരം വരെ പോവാണ് ഫ്രം കാസർഗോഡ്. ഇങ്ങെത്തല്ലേ അങ്ങെത്തല്ലേ അവിടെ ട്രെയിൻ നോക്കിയിരുന്നു, പക്ഷെ എന്താണ് നമ്മുടെ ട്രെയിൻ നോക്കിയിരുന്നു, പക്ഷെ ട്രെയിന് കിട്ടിയില്ല. തത്കാലം നോക്കി അതും കിട്ടിയില്ല. എന്നാ പിന്നെ അവസാനം വഴി ഇതന്നെ, ബസ്. അങ്ങനെ ബസ്സിലാണ് പോണേ. 7:30 തലപ്പാടിയിലുള്ള ട്രാവൽസ് അവര് വരുമെന്ന് പറഞ്ഞിന്. ഞാൻ കുറെ കംപ്ലൈന്റും കണ്ട്, മുപ്പര് ഓൺ ടൈമിന് എത്തുന്നില്ല എന്നുള്ളത്. എന്നാലും വേണ്ടിയില്ല, പിന്നെന്താ, അവസ്ഥ നോക്കി. പിന്നെ കൂട്ടുകാരനുണ്ട് ഒന്നിച്ച്, അവനും കൂടി വരാണ്ട്. അവന് കാസർഗോഡ് നിന്ന് വരും. കൂട്ടുകാരനുണ്ട്, അവന് കാസർഗോഡ് നിന്നാ വരാം. അപ്പോ നല്ല സീന് മിസ്സായി. ട്രെയിന് പോയി. എപ്പോഴും ഇങ്ങനെ തന്നെ, നടക്കാൻ തുടങ്ങിയ ഇങ്ങനെ തന്നെ. ഞാൻ ഒരു 100 മീറ്റർ അങ്ങകലെ എത്തിയതിന് ശേഷം എന്താകുന്നുണ്ട്, ട്രെയിൻ പാസ്സാകുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ വരത്തേയില്ല. സാരല്ല, പിന്നെന്താ. അപ്പോൾ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കാം, അത്രേ ഉള്ളൂ. നമ്മള് എൻ്റെ കൂട്ടുകാരനെ പിക്ക് ചെയ്യാൻ വന്ന്, ഇവനിവിടുന്ന് വന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഇവിടെയാണ് ബസ് വരാന്ന് പറഞ്ഞത്. ബസ് ഇവിടുന്നാണ് വരാന്ന് പറഞ്ഞേ. അതുകൊണ്ട് നമുക്ക് ബസ്സിന് വെയിറ്റ് ചെയ്യാം. ചെക്കനെ ഡ്രോപ്പ് ആക്കാൻ വന്നതാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഓക്കെ, എൻ്റെ ഒരു കൂട്ടുകാരന് അവിടെ കാസർഗോഡ് നിന്ന് കയറാം. ഓക്കെ, കയറിയിട്ടുണ്ട്. ചെക്കൻ ആദ്യമായിട്ട് സ്ലീപ്പർ ബസ്സിൽ കയറുന്നതല്ലോ. അതായത് ഇങ്ങനെ പോകുന്ന, അല്ലാതെ നമ്മള് അത് സ്ലീപ്പർ അല്ലല്ലേ, ജമ്മു കാശ്മീർ ഫസ്റ്റ് പോകുന്നതല്ലോ. കേരളം ഫുള്ള് സ്ലീപ്പറിൽ തന്നെ പോകുന്നത്. ഈ തലേന്നാത്തലോളം എന്ത് പറയാനുള്ള. ഇന്ന് അർജന്റീന മാച്ച് അല്ലേ? ഇന്നലെ ഞാൻ ഇവിടെ നോക്കാം. ഞാൻ ഉറങ്ങുന്നു. ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല. 6:00 ഇഷ്ടംപോലെ സമയം ഉണ്ടല്ലോ, നല്ല ഉറക്കം. അപ്പൊ നമ്മള് ഇങ്ങേറ്റത്ത് ബസ് യാത്ര അങ്ങേയറ്റ്. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെന്നൈ കൊച്ചി വരെ ട്രെയിനിൽ പോയി. കൊച്ചിയിൽ നിന്നാണ് സ്ലീപ്പർ പിടിച്ചത് തിരുവനന്തപുരം. ഇപ്രാവശ്യം ഇങ്ങനെ സ്ലീപ്പറാണ്. യാത്ര നോക്കട്ടെ ഏതായാലും. ട്രാവൽ ആയതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. കറങ്ങാൻ പോവല്ല. എന്നാലും പയ്യന്നൂർ ഒരു ഹോട്ടലിൽ നിർത്തിയിരിക്കുകയാണ്, പത്തായം. ഇതാണ് നമ്മുടെ ബസ്. ഓക്കെ, ഇവിടെ കുറെ എന്തൊക്കെയുണ്ട്, പക്ഷെ യാത്രയിൽ എന്താ തിന്നണ്ടെന്ന് കൺഫ്യൂസ് ആണ്. സോ പൊറോട്ടയും ചില്ലി ഓർഡർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടനും ജോബി ചേട്ടനും എല്ലാരും. ഞാൻ എങ്ങോട്ട് വീഡിയോ പിടിച്ചിട്ടില്ല, അപ്പൊ എന്റെ ബാക്കിലുണ്ടാവും. നാളെ രാവിലെ കളി ജയിക്കണേ, എന്നാലേ ഫൈറ്റ് മാച്ച് കാണും. അങ്ങനെ പൊറോട്ടയും ചില്ലി വന്നിരിക്കുകയാണ്, പത്തായം. അങ്ങനെ ഫുഡ് കഴിച്ചു, അടിപൊളിയായിരുന്നു. അത്യാവശ്യം നല്ലതുണ്ട്. പിന്നെ കേരളത്തിലല്ലേ നമ്മളുള്ളൂ, അതുകൊണ്ട് ഫുഡിന് പേടിക്കാനില്ല. പിന്നെ തമിഴ്നാട് പോയ ബിരിയാണി കഴിക്കണേ, സീന് ബിരിയാണിയെ. അങ്ങനെ നമ്മള്
തിരുവനന്തപുരം തമ്പാനൂർ എത്തിയിരിക്കുകയാണ്. യാത്ര സുഖമായിരുന്നു ഗൈസ്. ഇത് അങ്ങനെ യാത്ര ഞാന് ഒരു ഉറക്കം ഉറങ്ങി. ആ ഉറക്കം ഉറങ്ങി എണീക്കുമ്പോ കൊച്ചിയിലുണ്ട്, അടുത്ത ഉറക്കം ഉറങ്ങി എണീക്കുമ്പോ കൊല്ലത്തുണ്ട്, പിന്നെ ഉറങ്ങിട്ട് എണീക്കുമ്പോ തമ്പാനൂരുണ്ട്. ആ ഈ ചെന്നൈ ഉറങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു. ഉറങ്ങിക്കില്ലേ? ഞാനില്ലേ ആപ്പിന് നേരെ കളി നോക്കാന് 6 മണിക്ക് കിടന്നു. പിന്നെ ഒരു എണിക്കുമ്പോഴല്ലേ 6:40 10 മിനിറ്റ് ലേറ്റ്. ഓ അങ്ങനെ സെക്കൻഡ് ടീം ജയിച്ചിരിക്കുകയാണ്, അർജന്റീന. ഇനി അർജന്റീനയും ഇംഗ്ലണ്ടും സെമി ഫൈനൽ. ഓ അത് സെമിയാ. ഫുട്ബോൾ നോ നോളജ് ഗൈസ്. ഞാൻ അണ്ണന്റെ ഫാൻ. ഓന്റെ കളി കണ്ടിട്ട് ഫാനായ എന്തല്ലോ, ഓന്റെ പ്രവർത്തനം കണ്ടിട്ട് ഫാനായിരുന്നു. അല്ലാതെ ഓന് കളി കണ്ടിട്ടൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ടത്തെ പീക്ക് ടൈമിലുള്ള കളി കണ്ടിനി ഷോർട്സിലോ. കളി ഞാന് ഫുൾ ടൈം നോക്കിയത് മിഞ്ഞാന്ന് തോന്നുന്നു. ലൈഫിലാദ്യമായിട്ട് ഫുൾ ടൈം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്. അതാണ് നമ്മൾ പോകേണ്ട സ്ഥലം. 2 ബസ്സുണ്ട്. ഫേമസ് നാടായ കാട്ടാക്കടയാണ്. എന്ത് മറ്റേ മോനെ കാണാൻ പോന്നേ, മോളെ കാണാൻ പോന്നെ. അങ്ങനെ നമ്മൾ കാട്ടക്കട ഓപ്പൺ എയർ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഇംഗ്ലീഷുകാരന് ചില ഓപ്പൺ എയർ ബുക്കാക്കിന് അതങ്ങായി ബുക്കാക്കിട്ട് ഇതാണ് ഓപ്പൺ എയർ ബസ്, സീ ഫുൾ വിൻഡോ, ഫുൾ കാറ്റ്. നമ്മുടെ നാട്ടിലെ KSRTC. അങ്ങനെ കാട്ടാക്കട എത്തിയിരിക്കുകയാണ് ഇത്. അങ്ങനെ ഒരു 3-4 ദിവസത്തെ വോയിസ് കഴിഞ്ഞു. പറഞ്ഞു തിരുവനന്തപുരം പോകുന്നു. ഭയങ്കര ടയേർഡായി, എവിടെ പോവാൻ ഉള്ളൊരു മൂഡല്ലായിരുന്നു. കുറച്ച് ഹെവി വർക്ക് ആയിരുന്നു. സോ വർക്ക് കഴിഞ്ഞിപ്പോ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചി എത്തിയിട്ടുണ്ട്. കൊച്ചിയിലെ KSRTC കൊച്ചി എത്തി. അങ്ങനെ ഇവിടുന്ന് ഒരു 3:50 ആകുമ്പോഴേക്കും നമ്മളെവിടെ കാസർഗോഡ് എത്തും. ഈ ഒരു ജേർണി എനിക്ക് ഇതുവരെ നമ്മൾ പോയിക്കൊണ്ടിരുന്ന ഒരു എന്താ പറയാ ഗുഡ് എനിക്ക് തോന്നുന്നു. ശരി, കഷ്ടപ്പാട് പറ്റും എന്ന് വെച്ചാൽ അങ്ങനല്ല. ഫോർ അവർ ഫ്യൂച്ചർ ഇംപ്രൂവ്മെന്റ് ചെറിയ ചെറിയ കഷ്ടപ്പാടുകൾ നടത്തുമെന്ന് പറയുന്നില്ലേ, ആ ഒരു ഫീൽ അത്രേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിക്കാനൊന്നും പറ്റിയില്ല, എങ്ങോട്ടും പോയിട്ടില്ല. ഞാൻ പോണെന്ന് വിചാരിച്ചത് മറ്റേ ഇതിന്റെ ഒരു റോക്ക് ഉണ്ട് കൊല്ലം ഭാഗത്തായിട്ട്, അവിടെ പോവാന്ന് വിചാരിച്ചായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി വെരി ടയേർഡ്. മാത്രമല്ല ജോലി കഴിഞ്ഞപ്പോഴാണ് കൺഫേം ടിക്കറ്റിന് നോക്കുമ്പോൾ സ്പോട്ടിന് ഇത് കറണ്ട് അവൈലബിലിറ്റി എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത്. ബുക്ക് ചെയ്ത് ഊബർ ഓടിച്ച് ഒറ്റ വരുത്താം. വന്ന വരുത്തുമ്പോഴൊക്കെ വന്നിട്ട് ഉറങ്ങിപ്പോ എണീച്ചേ ഉള്ളൂ. കുറച്ച് ആളുകളില്ല, കൊടുത്തതാണ് ചെറുത്. പിന്നെ പൊതുവെ ഉറങ്ങാറാണ്, പക്ഷെ എണീറ്റ് ഇച്ചിരി കാഴ്ചകളൊക്കെ കാണുന്നു.
കാണാൻ പറ്റും. കൊച്ചി ടൗണ് കഴിഞ്ഞതേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ തോന്നാറുണ്ട്. ഒരു ട്രെയിൻ പോകണല്ലേ. പക്ഷെ എന്താണെന്ന് അറിയാം, ഈ ക്യാമറ കിട്ടുന്നത് ഇങ്ങനെ സംസാരിച്ച അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് ഒന്ന് പറയാനൊരു ചളുപ്പ്, എന്താ പറയാ, അങ്ങനത്തെ ഒരു ഫീല്, അതൊക്കെ ഒന്ന് മാറണമെന്നൊക്കെ. ഓക്കട്ടെ, ഐ വിൽ ട്രൈ. എനിക്ക് ഇങ്ങനത്തെ ബോധമില്ല കേട്ടാ, ആൾക്കാർ എന്ത് വിചാരിക്കും ആ ഒരു കാര്യം എനിക്കില്ല. നമ്മൾ നമ്മളെ ഇരിക്കുക, നമ്മളെ പാത്തിരിക്കുക, അത്രേ ഉള്ളൂ. ആരും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക, ഇതാണ് എന്റെ തോട്ട്. അങ്ങനെ ഉണ്ടാല് ലൈഫിലൊരു സമാധാനം. ആരും പറയാം മനസ്സിൽ പീസ്ഫുൾ എന്നൊരു സാധനം ഉണ്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, സംടൈംസ് എന്തെന്നറിയില്ല, ഭയങ്കര മനസ്സ് അല്ലോലം കല്ലോലം, അത് തന്നെ അല്ലോലം കല്ലോലം, ഇതും ഇന്നും തിരിയാതെ രീതിക്ക് ഒരു തോന്നൽ ഉണ്ടാവാറുണ്ട്. അത് ഒന്നുകിൽ ഞാൻ പുറത്തിറങ്ങാത്തതിന്റെയോ യാത്ര ചെയ്യാത്തതിന്റെയോ, എനിക്ക് നൈറ്റ് ഔട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു യാത്ര, അല്ലെങ്കിൽ എന്റെ ഒരു കൂട്ടുകാരൻ അവനൊന്നിച്ച് അധികം നൈറ്റ് ഔട്ട് ഓക്കെ നാട്ടിലുണ്ട്. അപ്പൊ അങ്ങനെ പോയി ശീലിച്ചത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. സംടൈംസ് ഇറ്റ് ഫീൽ വെരി എന്ത് മൈൻഡ് ഒന്നാകിയ ഒരു കച്ചനെ കുടിച്ച് മൈൻഡായി മാറും. എന്ന് വെച്ചാൽ എന്തെന്ന് അറിയില്ല, റീസൺ ഔട്ട്കോമെന്നുള്ള സൊല്യൂഷൻ ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് നമുക്ക് അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. ഇല്ല, മുമ്പ് നമ്മള് ഞാൻ പറഞ്ഞല്ലോ, സിനിമയിൽ ഞാനും അവനും ഒന്നിച്ചിട്ടാണ് അടുത്തടുത്ത്, അവന്റെ വീടിന്റെ അടുത്തായിരുന്നു എന്റെ ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഒരു സമയത്ത് നമ്മളും അതിൽ ചാടി ഇങ്ങനെ പോയിക്കൊണ്ടല്ലോ ഉണ്ടായ സമയങ്ങളിൽ. പക്ഷെ ഇപ്പൊ അതൊക്കെ പറ്റ, ഞാനും തലയിലും അവനാ തലയിലും. അതെന്താ വിഷയം, അത് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. നമുക്ക് ഡിസി മൈൻഡ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ആ സമയത്തൊക്കെ യാത്ര ചെയ്താലും, ഞാൻ കാര്യം പറയാം, യാത്ര ചെയ്താലും മൈൻഡ് ഇതിലേക്ക് നമുക്ക് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനും പറ്റും. കുറെ ചിന്തകൾ വരും. പിന്നെ ചിന്തകൾ വരും, പിന്നെ ഒരു മെമ്മറീസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യും. രസത്തിൽ നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടു. അത് എങ്ങനെയായാലും, പക്ഷെ ആൾക്കാർ ഉപദ്രവിച്ചുകൊണ്ടായാലേ ഇവരുടെ ശാപം കിട്ടുക. അവര് വിചാരിച്ചില്ലേലും പ്രകൃതി അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞ ഞാൻ ഫിലോസഫറായി മാറും. ഞാൻ ഇങ്ങനെ തന്നെ ഐ എം എ ടോക്കറ്റീവ് ഗായ് ആൻഡ് ഐ വിൽ ടോക്ക് എ ലോട്ട് എന്ന് ഞാൻ പറയുള്ളൂ. ഒരാൾ വിളിച്ചാൽ തന്നെ അപൂർവമായി വിളിച്ചാൽ അറ്റ്ലീസ്റ്റ് 1 hour, ഹാഫ് ആൻ അവർ കുറഞ്ഞത് ഒരു കാമണിക്കൂരെങ്കിലും കഴിഞ്ഞാൽ ഒരു കട്ട് ചെയ്യും. എന്താ പറയാ, ഓപ്പണായി കുറെ സംസാരിക്കും, നമ്മൾ ഓപ്പണായി അതൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ എന്താ മൈൻഡിൽ ഇപ്പൊ റീഡ് ചെയ്യുന്നില്ല, എന്താ പറയുന്നത്. പുറത്തുനിന്നുള്ള കാഴ്ച ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ എന്താ പിന്നെയും ഞാൻ പുറത്ത് നോക്കണേ കേട്ടാ. പച്ചപ്പും കായും, ചെറിയ ചെറിയ കായും, വീടും, നമ്മുടെ കേരളം തന്നെയാണ്. അത് അത്രേ ഉള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരും വീഡിയോയിൽ നമുക്ക് പുതിയ ടോക്കിലാണ്.
എന്താ പഠിക്കണം. എനിക്ക് ഈ ക്യാമറയോട് നോക്കി സംസാരിച്ച് പഠിക്കണം. എക്സ്പീരിയൻസ് ഇല്ല എന്നാണ് പറയണത്. ചെറിയ ചെറിയ ഇങ്ങനെ ഇപ്പോൾ അവനെ രീതിക്ക് എനിക്ക് പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, മൈൻഡിൽ ഓട്ടോമാറ്റിക് എല്ലാ വേർഡ്സും എല്ലാ തിങ്സും എല്ലാം വരണം. അതിനുള്ളൊരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അത് പതിയെ റെഡിയാവും. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ സ്റ്റാർട്ടിങ്. പിന്നെ ഓക്കെ, ഞാൻ ഇടയിൽ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഇല്ലെങ്കിൽ കാസർഗോഡ് വെച്ച് കാണാം. കാസർഗോഡ് ഏകദേശം ഒരു 3:50 4 മണിയാകുമ്പോഴേക്ക് കാസർഗോഡ് എത്തും. ഓക്കെ, നമുക്ക് അപ്പം കാണാം കാസർഗോഡ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം, എല്ലാം പറഞ്ഞു തരാം. ശരി. പാടം നേരത്തെ ട്രെയിനിന്റെ ഇതെല്ലാം കാണുന്നേട്ടാ. ഇറ്റ് വാസ് വെരി ഗുഡ് സീൻ ആയിരുന്നു. പക്ഷെ ഐ മിസ് ഇറ്റ്. ഞാൻ ഫോണ് പുറത്ത് വെച്ച് വന്നേ. അടിച്ചു കേൾക്കുന്നതാണ്. ഇതാണ് ഇന്നത്തെ ഫുഡ്. പിന്നെ ഒരു ഫ്രൂട്ട്സും കൂടി പോയിട്ടുണ്ട്, അത് വരാൻ കാക്കാം. അത് വന്ന ആളുണ്ടായിരുന്നു. പുറത്ത് പാടവും തോട്ടവും കാണാൻ എന്ത് രസമാണ്. വാവ്, വിൻഡോ ഫോക്കസ് ആയി. അങ്ങനെ നമ്മൾ കാസർഗോഡ് എത്തി. സുഹൃത്ത് വന്നായിരുന്നു, കൂട്ടായിരുന്നു, ബസ് സ്റ്റാൻഡോടെ കൊണ്ടാക്കാനായിട്ട്. ഓക്കെ, ഷെരീഫ് ചെക്കനും നമ്മൾ ചെറിയ മിൽക്ക് കാര്യങ്ങളൊക്കെ കുടിച്ച് ആ സമയത്ത് വ്ളോഗ് എടുക്കാൻ ഓർമ്മിച്ചില്ല. ഓക്കെ, നാട്ടിലേക്കുള്ള ബസ് എടുത്തിരിക്കുകയാണ്, രാജഹംസ. ഓക്കെ, ഇത്രേ ഉള്ളൂ. അങ്ങനെ നാട്ടിലെത്തി. വേറൊന്നുമില്ല. ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. ഓ, ട്രെയിൻ വരുന്നുണ്ട്, നോക്കട്ടെ. താഴെയാണ് പോണേ. പോയി കഴിഞ്ഞു ഗൈസ്. ഇവിടെയാണ് വെളിച്ചം തോന്നുന്നത്.